ഇടുക്കിയിൽ വീണ്ടും വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിപ്പ്. ചെമ്മണ്ണാർ സ്വദേശിയായ കർഷകനാണ് തട്ടിപ്പിനിരയായത്. റവന്യൂ രേഖകളിൽ റിസർവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയാണ് സ്വകാര്യ വ്യക്തി കൈമാറ്റം ചെയ്തത്. സംഭവം സംബന്ധിച്ച് റവന്യൂ വകുപ്പിന് കർഷകൻ പരാതി നൽകിയിട്ടും ഭൂമി ഇതുവരെ തിരികെ പിടിക്കുവാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി. കഴിഞ്ഞ വർഷമാണ് ചെമ്മണ്ണാർ നെല്ലുംകുഴിയിൽ ടോമി അലക്സ് ശാന്തമ്പാറ പേത്തൊട്ടിയിൽ 20 ഏക്കർ ഭൂമി വാങ്ങിയത്. മുട്ടുകാട് സ്വദേശിയായ സഹായദാസിൽ നിന്നുമാണ് ഭൂമി വാങ്ങിയത്. പട്ടയമില്ലാത്ത ഭൂമിക്ക് കൈവശാവകാശ രേഖകളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു സ്ഥല കൈമാറ്റം നടന്നത്. ആകെ 55 ലക്ഷം രൂപ വിലയിട്ട ഇടപാടിൽ 10 ലക്ഷം രൂപ അഡ്വാൻസായി നൽകി. ബാക്കി തുക 1 വർഷത്തിനുള്ളിൽ നൽകാമെന്നായിരുന്നു കരാർ. എന്നാൽ കാർഷിക ജോലികൾ ആരംഭിച്ചപ്പോൾ ഭൂമിയുടെ അളവിൽ കുറവുണ്ടെന്ന് സംശയം വന്നതോടെ റവന്യൂ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. ശാന്തമ്പാറ വില്ലേജിൽ 63/1 ഉൾപ്പെടുന്ന ഈ ഭൂമി സർക്കാർ റിസർവ് ഭൂമിയെന്നാണ് റവന്യൂ രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ചെറുപുന്നക്കരയിൽ സഹായദാസിനോട് ശാന്തമ്പാറ വില്ലേജില് പേത്തൊട്ടി താവളത്തില് ഒരു 20 ഏക്കർ സ്ഥലം മേടിക്കുകയുണ്ടായി. ഈ സ്ഥലം മേടിച്ച് അടുത്ത മാർച്ച് മാസത്തിൽ ബാക്കി പൈസ കൊടുക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. സമയം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സ്ഥലം ഞാൻ അളന്നു നോക്കി. സ്ഥലത്തിൽ അളവ് കുറവാണെന്ന് തോന്നിക്കൊണ്ട് ഞാൻ അളന്നു നോക്കി. അളന്നപ്പോൾ 14 ഏക്കറേ ഉള്ളൂ. 14 ഏക്കറേ ഉള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞത് എല്ലാം ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള നിജസ്ഥിതി അറിയുന്നതിനായിട്ട് വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചു. എന്നാൽ ഭൂമി കൈവശ ഭൂമിയെന്ന വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് വിൽപ്പന നടത്തിയത്. മുൻകൂറായി നൽകിയ പണവും കാർഷിക ജോലികൾക്കായി മുതൽ മുടക്കിയ പണവും ഉൾപ്പെടെ കർഷകന് 30 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഈ സ്ഥലം സർക്കാർ ഭൂമിയാണെന്നും അത് റിസർവ് ചെയ്തിട്ടിരിക്കുന്നതാണെന്നും ആണ് എന്നോട് പറഞ്ഞത്. അതിനുള്ള രേഖകൾ ഞാൻ ചോദിച്ചപ്പോൾ അതും തന്നു. അപ്പോൾ അയാൾ എന്നെ പറ്റിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പിന്നീട് ബാക്കി കാശ് ഞാൻ കൊടുത്തില്ല. എന്നാൽ എനിക്ക് അതുവരെ പണി ചെയ്തതിൻ്റെതായിട്ട് ഒരു 10-30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണിക്കാശായിട്ട് അതിനകത്ത് ഞാൻ മുടക്കി. എന്നാൽ ഈ ഭൂമി തിരിച്ചെടുക്കുന്നതിന് സർക്കാരോ മറ്റാരോ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സർക്കാരിന് ഞാൻ വിവരം അറിയിച്ചു. സർക്കാരിൽ വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇത് റവന്യൂ വകുപ്പ് മന്ത്രിക്കും കളക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഞാൻ വിവരം അറിയിച്ചതാണ്. സംഭവം സംബന്ധിച്ച് റവന്യൂ വകുപ്പിന് കർഷകൻ പരാതി നൽകിയിട്ടും ഭൂമി ഇതുവരെ തിരികെ പിടിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.